ഹലോ ഗൈസ്, ഗൂഗിൾ സെർച്ചിലേക്ക് പ്രൊവൈഡ് സെക്കൻഡ് പാർട്ട് വീഡിയോ ആണിത്. ആദ്യത്തെ പാർട്ട് നിങ്ങൾ കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ദയവായി കാണും. ലിങ്ക് താഴത്തെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കുന്നതാണ്. ആദ്യത്തെ പാർട്ടിൽ നമ്മൾ എങ്ങനെയാണ് ഒരു ഗൂഗിൾ സെർച്ച് വർക്ക് ചെയ്യുന്നതെന്ന് മനസ്സിലാക്കി. ഇന്നത്തെ വീഡിയോ നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് ഇങ്ങനെ റൈറ്റായിട്ട് ക്വസ്റ്റ്യൻ ചോദിച്ചുകൊണ്ട് ഗൂഗിളിൻ്റെ നമുക്കൊരു ആൻസർ കിട്ടും എന്നുള്ളതാണ്. അതിനുള്ള ഡിഫറെൻറ്റ് ടെക്നിക്സും ഗൂഗിളിൻ്റെ ഡിഫറെൻറ്റ് റൂൾസും ഒക്കെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ നോക്കുന്നത്. സോ ഐ ആം സാഹിർ, വെൽക്കം ടു ദ ന്യൂ വീഡിയോ ഓഫ് എഡ്യൂർ ലേണിംഗ്. നമ്മൾ ഒരു ചോദ്യം ചോദിക്കുക നമ്മൾ ആദ്യമായിട്ട് കൺസിഡർ ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾ ഓരോ കുറേയും ചിന്തിച്ച് മാത്രം ചോദിക്കുക. പിന്നെ നിങ്ങളൊരു വ്യക്തിയോട് ഒരു കാര്യം ചോദിക്കുമ്പം എങ്ങനെയാണ് ചോദിക്കേണ്ടത്, ആ ഒരു രീതിയിൽ ചിന്തിച്ചിട്ട് ചോദിച്ചു കഴിഞ്ഞാൽ കുറച്ചും കൂടെ ബെറ്റർ ആയിട്ടുള്ള ആൻസേഴ്സ് കിട്ടാനുള്ള പോസിബിലിറ്റീസ് ഉണ്ട്. ഒരു വാക്ക് ഒന്നിൽ കൂടുതൽ തവണ ഉപയോഗിക്കുന്നതും ലാർജ് ക്വറീസ് കൊടുക്കാതിരിക്കുന്നതും ബെറ്റർ ആയിരിക്കും. അത് നിങ്ങൾക്ക് നല്ലൊരു സെർച്ച് റിസൾട്ട് തരാൻ ഗൂഗിളിന് സാധിക്കുന്നതാണ് അതുവഴി. പിന്നെ ഒരു കാര്യം നിങ്ങൾ കൺസിഡർ ചെയ്യേണ്ടതെന്ന് സെർച്ച് പ്രിസൈസും അക്യുറേറ്റുമായിട്ട് ചോദിക്കുക. ഫോർ എക്സാമ്പിൾ, നിങ്ങൾ റെസിപ്പി ഫോർ ദം ബിരിയാണി എന്ന് ചോദിക്കുന്നവരും പ്രിസൈസും അക്യുറേറ്റും ആയിട്ട് റെസിപ്പി ഫോർ ബെസ്റ്റ് ഹൈദരാബാദി ദം ബിരിയാണി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുറച്ചും കൂടെ ബെറ്റർ ആയിട്ടുള്ള ഔട്ട്പുട്ട് ഗൂഗിളിൽ നിങ്ങൾക്ക് തരാൻ കഴിയുന്നതാണ്. രണ്ടാമത്തെ കാര്യം നിങ്ങൾ കുറയുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടതെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ കൊറിയുടെ സ്പെല്ലിംഗ്, പങ്ക്ച്വേഷൻ, ഗ്രാമർ എന്നുള്ള കാര്യങ്ങൾ ഗൂഗിൾ ഒരിക്കലും ചിന്തിക്കത്തില്ല, അല്ലെങ്കിൽ അത് ഒരിക്കലും കൺസിഡർ ചെയ്യത്തില്ല. ഉദാഹരണത്തിന് എഡ്യൂർ എന്ന് ക്യാപിറ്റൽ ലെറ്ററിൽ കൊടുത്താലും അല്ലെങ്കിൽ ലോവർ കേസ് ലെറ്ററിൽ കൊടുത്താലും സെയിം ഉത്തരമായിരിക്കും നിങ്ങൾ ഗൂഗിൾ സെർച്ചിൽ നിന്ന് കിട്ടുന്നത്. പക്ഷേ നിങ്ങളുടെ കൊടുക്കുന്ന കൊറിയുടെ ഓരോ വേർഡിൻ്റെയും പൊസിഷൻസ് ഗൂഗിൾ കൺസിഡർ ചെയ്യും. ഫോർ എക്സാമ്പിൾ, നിങ്ങൾ സ്കൈ ബ്ലൂ എന്ന് സെർച്ച് ചെയ്യുന്നതും ബ്ലൂ സ്കൈ എന്ന് സെർച്ച് ചെയ്യുന്നതും രണ്ടിനും രണ്ട് ഉത്തരമായിരിക്കും ഗൂഗിൾ നൽകുന്നത്. അതുപോലെ തന്നെ ആപ്പിൾ എന്നും ആപ്പിൾ എന്ന് കൊടുക്കുന്നതിനും രണ്ട് തരത്തിലുള്ള ഉത്തരമായിരിക്കും ഗൂഗിൾ നൽകുന്നത്. സോ അത്തരത്തിലുള്ള കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുക. എപ്പോഴും ഗൂഗിള് നിങ്ങളുടെ ഒരു ക്വറിക്ക് ആൻസർ ചെയ്യുമ്പോൾ നിങ്ങൾ ആസ് എ പേഴ്സൺ കൺസിഡർ ചെയ്തിട്ട് നിങ്ങളുടെ ലൊക്കേഷൻ കൺസിഡർ ചെയ്യും, നിങ്ങൾ എന്തൊക്കെ ടൈപ്സ് ഉള്ള സാധനങ്ങളാണ് ഇതിനു മുമ്പ് സെർച്ച് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ കൺസിഡർ ചെയ്യും. അതിന് നിങ്ങൾക്ക് ഒരു അൺബയാസ്ഡ് ആയിട്ടുള്ള ഉത്തരം കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഡെഫിനറ്റ്ലി ഇൻകോഗ്നിറ്റോ മോഡ് ഓൺ ആക്കുക. ഇൻകോഗ്നിറ്റോ മോഡ് ഓൺ ആക്കാനുള്ള ക്രോം ഷോർട്ട് കട്ട് എന്ന് പറയുന്നത് Shift+Ctrl+N ആണ്. ഇനി നിങ്ങൾക്ക് ഒരു ഗൂഗിളിൻ്റെ ഉത്തരം കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ഗൂഗിളിൻ്റെ കണക്കുകൾ സൂചിപ്പിക്കുന്നതെന്ന് പറയാൻ എല്ലാ കൊറിയുടെയും 1/4 റിസൾട്ട് വരുന്നത് ഫസ്റ്റ് കൊറിക്കാണ്, അല്ലെങ്കിൽ ഫസ്റ്റ് നമ്മൾ ചെയ്യുന്ന കീവേഡിൻ്റെ ഫസ്റ്റ് ലിങ്കിന് ആയിരിക്കും എന്നുള്ളതാണ്. സോ എപ്പോഴും ഈ ഒരു ഉത്തരം ശരിയായിരിക്കണം എന്നില്ല. ആ ഉത്തരം നിങ്ങൾ കൺസിഡർ ചെയ്യുന്നതിന് മുമ്പ് ഒരുപാട് കാര്യങ്ങൾ ചിന്തിക്കേണ്ടതായിട്ടുണ്ട്. ഉദാഹരണത്തിന് അത് ഏത് ഡൊമൈനിലാണ്, ഏത് വെബ്സൈറ്റാണ്, ആ വെബ്സൈറ്റിൽ എന്തൊക്കെ തരത്തിലുള്ള കോണ്ടന്റ്സ് ആണ് ഇടുന്നത്, ആ വെബ്സൈറ്റിൽ റിവ്യൂസ് ഉണ്ടോ എന്നുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നത് ബെറ്റർ ആയിരിക്കും. ഫോറം പോലെ 100% ജനറൽ പബ്ലിക്കിന് പോസ്റ്റ് ചെയ്യാൻ പറ്റുന്ന വെബ്സൈറ്റ്സ് 100% അതിലുള്ള വരുന്ന ഉത്തരങ്ങൾ നിങ്ങൾ കൺസിഡർ ചെയ്യാതിരിക്കുക. കാരണം പലരും പലതരത്തിലുള്ള ഉത്തരങ്ങൾ അല്ലെങ്കിൽ പോസ്റ്റ് ചെയ്യാനുള്ള പോസിബിലിറ്റി ഉണ്ട്. ഉദാഹരണത്തിന് നിങ്ങൾ ജാവാ സ്ക്രിപ്റ്റ് ഈസ് ദ മോസ്റ്റ് പോപ്പുലർ ലാംഗ്വേജ് ഓഫ് 2023 എന്ന് സെർച്ച് ചെയ്യുന്ന കരുത്. ഡെഫിനറ്റ്ലി ഗൂഗിളിൽ അതിനുള്ള ഉത്തരം യെസ് എന്നായിരിക്കും തരുന്നത്. കാരണം എന്ന് പറഞ്ഞാൽ അത്തരത്തിലൊരു ക്വറിക്ക് ആരെങ്കിലും ഒരാൾ എവിടെയെങ്കിലും ഒക്കെ ഇൻ്റർനെറ്റിൽ ഏതെങ്കിലും ഒരു വെബ് പേജിൽ അങ്ങനത്തെ ഒരു ബ്ലോഗോ കോണ്ടൻറ്റോ ഒക്കെ എഴുതിയിട്ടുണ്ടായിരിക്കും. അതും ഡെഫിനറ്റ്ലി യെസ് എന്നുള്ള ഉത്തരത്തിലുള്ള ഒരു ആൻസർ ആയിരിക്കും, അല്ലെങ്കിൽ ലിങ്ക്സ് ആയിരിക്കും ഗൂഗിൾ നിങ്ങൾക്ക് ഷോക്കേസ് ചെയ്തത്. മറിച്ച് നിങ്ങൾ ചോദിക്കേണ്ടതെന്ന് പറഞ്ഞാൽ വിച്ച് ഈസ് ദ ബെസ്റ്റ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ഓഫ് 2023 എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഗൂഗിൾ കുറച്ചും കൂടെ റിലവൻ്റ് ആയിട്ടുള്ള നിങ്ങളുടെ ക്വറിക്ക് അനുസരിച്ചുള്ള കീവേഡ് അനുസരിച്ചിട്ടുള്ള ഉത്തരങ്ങൾ നിങ്ങൾക്ക് നൽകും. നിങ്ങൾ നോക്കുന്ന ലിങ്ക് എഴുതിയ വർഷം ഏതാണ്, അല്ലെങ്കിൽ ആ വെബ് പേജിൽ ആ ആർട്ടിക്കിൾ എഴുതിയ വർഷം ഏതാണ് എന്നുള്ള കാര്യങ്ങൾ കൺസിഡർ ചെയ്താൽ കുറച്ച് ബെറ്റർ ആയിരിക്കും. ഫോർ എക്സാമ്പിൾ, നിങ്ങൾ ബെസ്റ്റ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ഓഫ് 2023 എന്നുള്ളൊരു ആർട്ടിക്കിൾ അറിഞ്ഞിട്ട് ഗൂഗിൾ ഫസ്റ്റായിട്ട് നിങ്ങൾക്ക് തരുന്ന ഉത്തരം ഒരു 2022 2021 എഴുതിയ ആർട്ടിക്കിളൊക്കെ ആണെന്നുണ്ടെങ്കിൽ അതിലൊരിക്കലും നിങ്ങൾ റിലേ ചെയ്യരുത്. കാരണം അത് ആരെങ്കിലും ഒരാൾ പ്രഡിക്റ്റ് ചെയ്തിരിക്കും 2023 കാലഘട്ടത്തിൽ ഇന്നൊരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് അല്ലെങ്കിൽ ജാവാ സ്ക്രിപ്റ്റ് ആയിരിക്കും ബെസ്റ്റ് എന്ന് പറഞ്ഞിട്ട് ആരെങ്കിലും ഒരാൾ പ്രഡിക്റ്റ് ചെയ്തതായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾ റിലേ ചെയ്യാതിരിക്കുക. സോ ഈ വീഡിയോ തീരുന്നതിന് മുമ്പ് എനിക്ക് 2 ടെക്നിക്സ്, നിങ്ങളിതൊരിക്കും സെർച്ച് ചെയ്തിട്ട് നോക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഗൂഗിളിൽ നിങ്ങൾക്ക് സെർച്ച് ചെയ്യാൻ പറ്റുന്ന 2 ടെക്നിക്സിനെ കുറിച്ച് നിങ്ങൾക്ക് പറഞ്ഞുതരാം. നിങ്ങൾ ASKEW എന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്തു. അതിൻ്റെ എന്താണ് അതിൻ്റെ ഔട്ട്പുട്ട് എന്നുള്ളത് താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. രണ്ടാമതായിട്ടുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡു എ ബാരൽ റോൾ. ഈ കുറിക്ക് എന്തായിരിക്കും ഉത്തരം കിട്ടുന്നത് എന്നുള്ളതും കൂടെ നിങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. വേറൊരു ചോദ്യം കൂടെ ചോദിച്ചിട്ട് ഇന്നത്തെ വീഡിയോ നമ്മൾ നിർത്താൻ വേണ്ടി പോകുന്നു. ഡു എ ബാരൽ റോളിന് ഇക്വലൻ്റ് ആയിട്ട് വേറൊരു കീവേഡ് കൊടുത്താലും ഇതേ സെയിം ഔട്ട്പുട്ട് തന്നെ ഗൂഗിൾ വരും. അപ്പോൾ ആ കീവേഡ് എന്താണ്, അതെന്താണെന്നുള്ളത് താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അതിന് കൃത്യമായ ഉത്തരം പറയുന്ന ഒരാളിൽ നിന്ന് സെലക്ട് ചെയ്തിട്ട് 1000 രൂപ ക്യാഷ് പ്രൈസ് നൽകുന്നതാണ്. ഇതേപോലത്തെ ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോ ലഭിക്കാൻ ഈ ചാനൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. സോ ഐ എം സാഹിർ സൈനിങ് ഓഫ്. താങ്ക് യു.